ഓസ്ട്രേലിയൻ ആൽപ്സ് എന്ന് വിളിക്കപ്പെടുന്ന ആൽപൈൻ മലനിരകളെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മല കയറാൻ പോകാമെന്ന്. അല്ല കേട്ടോ. ആൽപൈൻ മലനിരകളുടെ താഴ്വാരത്തുള്ള ഒരു അടിപൊളി അഡ്വഞ്ചർ പാർക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഒരു ഫാമിലി ഫൺ ഡേ എന്ന് ഞാൻ പറഞ്ഞില്ലേ, 1-2 ഫാമിലികളല്ല, 24 ഫാമിലി, 2 days and 2 nights. How fun it will be. പാലോലം കിളിമുത്തേവാ ആതിരരാവിലുറമ്പിലിയായി செம்பூவே பூவே உன்மேகம் நான் வந்தால் ஒரு வழியுண்டோ சாய்ந்தாடும் சங்கில் துளிப்பட்டாலும் முத்தாகிடும் முத்துண்டே. അലക്സാണ്ട്ര അഡ്വഞ്ചർ റിസോർട്ടിലേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൽപൈൻ മലനിരകളുടെ ഫുഡ് ഹിൽസ് ആണ് കാണുന്നത്. സിറ്റിയുടെ എല്ലാ തിരക്കിൽ നിന്നും ഒഴിഞ്ഞ് ശാന്തമായിട്ട് മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ ടെൻഷനിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഫാമിലി ആയിട്ടൊക്കെ വന്ന് താമസിക്കാനും കുറച്ച് നാളൊക്കെ ഉല്ലസിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് ഈ അലക്സാണ്ട്ര അഡ്വഞ്ചർ റിസോർട്ട്. റീജിയണൽ വിക്ടോറിയയുടെ അലക്സാണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മെൽബണിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട് ഇവിടെ എത്തിപ്പെടാനായിട്ട്. മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഈ ചരൽ വിരിച്ച വഴിയിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ അലക്സാണ്ട്ര അഡ്വഞ്ചർ പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തും. പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ഫാം ലാൻഡ്സും കൺട്രി സൈഡ് ലാൻഡ്സ്കേപ്പും ഹിൽസും ഒക്കെയാണ്. പ്രകൃതി രമണീയമായൊരു സ്ഥലം. ദേ കാണുന്നതാണ് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ്. ഒരു ചെറിയ ക്രീക്കിൻ്റെ മുകളിലൂടെയുള്ള കുഞ്ഞി പാലം കടന്ന് നമ്മളിത് അഡ്വഞ്ചർ റിസോർട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മളൊരു 24 ഫാമിലീസാണ് ഇവിടെ ഗ്യാദർ ചെയ്യാൻ പോകുന്നത്. ഓരോരുത്തരായിട്ട് വരുന്നേ ഉള്ളൂ. നമുക്ക് 2 o'clock ആയിരുന്നു ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം പറഞ്ഞായിരുന്നേ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3:30, 4 o'clock ആയി. എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, കുറേ പേരൊക്കെ വരാനുണ്ടാവും. എന്തായാലും നമുക്കറിയത്തില്ല ആരൊക്കെ വന്നു എന്ന്, നമുക്ക് പോയി നോക്കാം. നല്ല വിശാലമായ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് വന്നത് എങ്ങനെയുണ്ട് ഈ ഏരിയ കാണാനെന്നൊക്കെ. കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. കുറേ പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫൺ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ റിസോർട്ടൊന്ന് ചുറ്റി നടന്ന് കാണിച്ചു തരാമേ, എങ്ങനെയുണ്ട് ഇതിൻ്റെ പരിസരം എന്നൊക്കെ. ഈ ഒരു ലൈനിലെ എൻഡ് റൂമാണേ നമ്മുടേത്. റിസോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈ ഒരു ലേക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പനോറമിക് വ്യൂ നിങ്ങളൊന്ന് നോക്കിക്കേ. ആ ലേക്കിൻ്റെ അപ്പുറത്ത് പാടവും പാടത്തിൻ്റെ അപ്പുറത്ത് മലകളും മലയുടെ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനും എല്ലാം കൂടി ഒരു ക്യാൻവാസ് ഫീലിങ്. ഒരുപാട് ആഴമൊന്നുമില്ലാത്ത ഈ ഒരു ലേക്കിലാണ് കനോയിങ് നടത്തുന്നത്. ചിക്കു ഞാനും കൂടെ എക്സ്പ്ലോറേഷൻ ഇറങ്ങിയേക്കാണ്. അനിയേട്ടനും അദ്വൈതം അവിടെ റൂമിലേക്ക് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നു. ലേക്കിൻ്റെ ഇപ്പുറത്ത് വിശാലമായിട്ടൊരു പുൽമൈതാനമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ലേക്കിൻ്റെ അവിടെ കണ്ട ചെറു വള്ളങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കനോയിങ്ങിന് വേണ്ടിയിട്ടുള്ള വള്ളങ്ങളാണ്. നമ്മൾ ഇന്ന് എന്തായാലും കനോയിങ് ചെയ്യുന്നില്ല എന്ന് ഒത്തിരി വൈകി. ചിക്കു ഈസ് മേക്കിംഗ് നോയ്സ് ഗൈസ്. അപ്പോൾ ചിക്കുവിൻ്റെ കക്കിരി പീക്കിരി ഒച്ചയൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന് കുറച്ച് നേരം കേൾക്കേണ്ടി വരും, കാരണം ഞാൻ ബേബി സിറ്റിംഗ് ആണ്. സോറി ഗൈസ്. ഹൈ റോപ്പ് കോഴ്സസിന് വേണ്ടിയിട്ടുള്ള വുഡൻ പോൾസൊക്കെയാണ് അതേ കാണുന്നത്. ഗാഗാ ബോൾ പിറ്റാണ് ഇത്. ഇതേപോലത്തെ 2-3 എണ്ണം ഉണ്ട് കേട്ടോ. അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല, ഒരെണ്ണമാണ് ഇത്. ബീച്ച് വോളിബോൾ കോർട്ടാണ് ഇത്. ബീച്ചിൽ വോളിബോൾ കളിക്കുന്ന ഫീൽ കിട്ടാൻ വേണ്ടി മണലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഈ ഒരു കാഴ്ച കണ്ടത്. എന്താണെന്ന് മനസ്സിലായോ? ഗാല റെഡ് ബ്രസ്റ്റഡ് കൊക്കറ്റു എന്നറിയപ്പെടുന്ന ഒരിനം തത്തകളാണ് നമ്മുടെ മുമ്പിൽ ഈ കൊത്തിപ്പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തേക്ക് ചെല്ലും തോറും അതുങ്ങളെല്ലാം പറന്ന് ദൂരത്തേക്ക് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് പാർട്ടീസ്. എനിക്ക് ഈ ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നീണ്ട് വിശാലമായി കിടക്കുന്ന പാടങ്ങളും പാടത്തിനക്കരെ മലനിരകളും മലനിരകളുടെ താഴ്വാരത്ത് ഈ ഒരു റിസോർട്ടും അടിപൊളി. നമ്മുടെ ലൊക്കേഷൻ ഹണ്ടിൻ്റെ അടുത്ത ഭാഗം സ്വിമ്മിംഗ് പൂളായിരുന്നേ. നമ്മൾ ഈ റിസോർട്ടിലേക്ക് കയറി വരുന്ന വഴിക്ക് തന്നെയായിരുന്നു കേട്ടോ സ്വിമ്മിംഗ് പൂള്. അങ്ങനെ കൈ കിട്ടിയ പെട്ടിയും സാധനങ്ങളും എല്ലാം എടുത്ത് റൂമിൽ കൊണ്ടുവച്ചിട്ട് കുട്ടികളെല്ലാം ആദ്യമേ പൂളിലേക്ക് ഇറങ്ങി. ചേട്ടന്മാരോട് ചീസ് പറഞ്ഞ് തുടക്കം കുറിച്ചു. രാത്രിയായപ്പോഴത്തേനും ഒട്ടുമിക്ക ഫാമിലികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. മാക്സിമം എല്ലാവരെയും കവർ ചെയ്യാൻ ശ്രമിച്ചു ഞാനും. ചേട്ടന്മാർ ചീസ് പറഞ്ഞൊക്കെ എല്ലാവരും കണ്ടില്ലേ. ഇനി ചേച്ചിമാരെ കാണിച്ചു തരാമേ. എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റിയൽ ഫണ്ടിൻ്റെ തുടക്കം. ദ റിയൽ ഫാമിലി ഫൺ ഗെയിംസ്. സ്ഥലം ചുറ്റി കാണിച്ചപ്പോൾ പറയാൻ മറന്നു, ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഇതിൻ്റെ അകത്തേക്കുള്ള റൂം കിച്ചണാണ്. കിച്ചണിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയൊരു കിച്ചണാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ചുറ്റി കണ്ട് വീഡിയോ എടുക്കാം.
അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ഒരു ആക്ടിവിറ്റി ഹാളിലേക്കാണ് വന്നത്. നമ്മുടെ ഫസ്റ്റത്തെ നൈറ്റ് ഫണ്ണാക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസും അണിയറയിൽ റെഡിയായിരുന്നു. ഗെയിം നമ്പർ 1 സാരി ഉടുക്കൽ മത്സരം. നമ്മുടെ ചേട്ടന്മാർക്കൊരു അവസരം കൊടുക്കുകയാണ് സാരി ഉടുത്തു നോക്കാനായിട്ട്. 2 മിനിറ്റ് സമയത്തിനുള്ളിൽ ഏറ്റവും ഭംഗിയായിട്ട് സാരി ഉടുക്കുന്ന ആൾക്ക് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ കണ്ടാലോ നമ്മുടെ ചേട്ടന്മാർ സാരി ഉടുത്താൽ എങ്ങനെ ഇരിക്കുന്നു. പട്ടാളം തട്ടുപൊളിച്ചു വരും നേരം പട്ടണഭൂതമുറാക്രാന്ത പട്ടുമുടുത്തു വരും നേരം ഉടവാളും വടിവാളും ഒളിയമ്പും വെറുതെ പുലി പോലും എലിയാവും കലികാലം ദൂരെ ചക്കിനു വെച്ചത് കൊക്കിനു കൊള്ളണ തക്കിടി വിറ്റത് ഇക്കിടി അടിപിടി എപ്പടി ഇടിമഴ കൂട്ടിന് കുറുനടി മണ്ടനു മറുപടി കണ്ടനു തടിപിടി പലവിധ പരിതാപം ഇതിനു പരിഹാരം പലവിധ പരിതാപം ഇതിനു പരിഹാരം. അങ്ങനെ നമ്മുടെ വാശിയേറെ 1ാം റൗണ്ട് സാരി ഉടുക്കൽ മത്സരത്തിൽ സിജോ ചേട്ടന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയേക്കാണ്. നമ്മുടെ സെക്കൻഡ് റൗണ്ട് സാരി ഉടുക്കൽ മത്സരത്തിൽ വിജയിയായത് റോയി ചേട്ടനാണ്. ഇതിങ്ങനൊന്നും അല്ലടേ. ഷിജുവിന്റെ സാരിക്ക് നേട്ടം പോലെ ജോജോയുടെ സാരിയാണ് എവിടെ എന്ത് പറ്റുന്നത്. അങ്ങനെ വാശിയേറിയ 3ാമത്തെ റൗണ്ടിൽ നമുക്ക് 2 വിജയികളെയാണ് കിട്ടിയത്, ജെറി ആൻഡ് ജെറി ചേട്ടൻ. അടുത്തത് അതിലെ രസകരമായ ആപ്പിൾ ബൈറ്റ് മത്സരമായിരുന്നു. അങ്ങനെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡേ 1 നൈറ്റ് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ അടുത്ത ആക്ടിവിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാണ് ഫ്ലൈയിങ് ഫോക്സ്. ഇത് ഇൻസ്ട്രക്റ്റഡ് ഗൈഡഡ് ആക്ടിവിറ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് ഈ ഫ്ലൈയിങ് ഫോക്സ് ചെയ്യാനാണ്. ഇത് ആക്ച്വലി ഒരു പുള്ളി സിസ്റ്റമാണ്. ഈ കാണുന്ന റോപ്പിലൂടെ ലേക്കിൻ്റെ മുകളിലൂടെ ലേക്കിൻ്റെ മറുകരയിലേക്കൊരു സിപ്പ് ലൈൻ യാത്ര. എല്ലാവരും പോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരാഗ്രഹം. അങ്ങനെ ഞാനും ഷർമിയും ആർമറൊക്കെ ധരിച്ച് അലക്സാൻഡ്രയിലെ ആദ്യത്തെ ഞങ്ങളുടെ അഡ്വഞ്ചറിന് റെഡിയായി. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. അങ്ങനെ ഷർമിയുടെ ഊഴം കഴിഞ്ഞു. ഷർമി കയറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്വൈത് കഴിഞ്ഞിട്ട് ഞാൻ മുട്ട് കൂട്ടിയിരിക്കുന്നുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ട്. അടുത്തത് എൻ്റെ ഊഴമാണ്. ആദ്യത്തെ അഡ്വഞ്ചർ ഇൻ അലക്സാൻഡ്ര അഡ്വഞ്ചർ റിസോർട്ട്. Hi. How you going? Good. Was it scary? What's your name? Angus. Angus. Alright. So, all you have to do is just walk off the edge. You can hold on if you want, but your harness is holding on to you, so you'll be right if not. Are you sure? It's just like this. Okay. It'll hold on to you. Once I take this off, you'll be good to go.
Alright, you ready? So, like this? Yeah, you can lean backwards. ഇതിങ്ങനൊന്നും അല്ലടേ. No, maybe I'll go this way. Alright, yeah, I guess. അയ്യോ. Will you push me, please? Yeah, that's okay. Alright, on 3. Yeah. 1, 2, 3. ചത്തു. Wow! അടിപൊളി ഗൈസ്, അടിപൊളി. ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യത്തെ ഒരു പേടി ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് ദിസ് ഇസ് അമേസിങ്. അടിപൊളി. താങ്ക് യു സോ മച്ച്. അവനെ പകുതി ചുറ്റും കാട്ടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്കരക്കരയിൽ നിൽക്കുന്ന ചേട്ടന്മാർ. ജെറി, ജിനോ ചേട്ടൻ, ലിജോയ് ചേട്ടൻ, റോയ് ചേട്ടൻ. അക്കരെ അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആഗസും. ആഗസ് ഈ റിസോർട്ടിൻ്റെ തന്നെ സ്റ്റാഫ് മെമ്പറാണ്. അപ്പോൾ ലേക്ക് നമ്മൾ അക്കരെ കരയിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ആഴമുള്ള പോലെ തോന്നിയേ. പക്ഷേ അതിൻ്റെ മുകളിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒത്തിരി ആഴമൊന്നും ഇല്ലാത്തൊരു ലേക്കാണ്. ഈ സ്കിപ്പ് ലൈൻ 1 by 1 ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് നമ്മുടെ ചേച്ചിമാരെല്ലാം കൂടെ ഓരോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ലേഡീസ് ഓൺലി. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടുത്തെ ആക്ടിവിറ്റീസുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കിനോയിങ്. ഇതിന് പ്രത്യേക ട്രെയിനിങ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഇത് പരീക്ഷിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എല്ലാവരും കയറുന്ന കണ്ടപ്പം നീന്തൽ അറിയാൻ പാടില്ലാത്ത എനിക്കും ഒരാഗ്രഹം. അങ്ങനെ അദ്വൈതിനെ നാവികനാക്കി ഞാനും കയറിയിരുന്നു ഒരെണ്ണത്തിൽ. ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, അവനത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. പുറമേ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അത് പാടായിരിക്കും തുഴയാനെന്നേ. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സമ്മർ ആകുമ്പോൾ ഉണ്ടല്ലോ ഒട്ടുമിക്ക ഓസീസിൻ്റെ വണ്ടിയുടെ മുകളിൽ ഇത് വെച്ചുകൊണ്ട് പോകുന്ന കാണാമേ. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഗുഡൻസ് എനിക്ക് മനസ്സിലായത്. നല്ല രസമാട്ടോ ഇതിങ്ങനെ തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കാനായിട്ട്. അദ്വൈതിനെ നോക്ക്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നാവിഗേറ്റ് ചെയ്യുന്ന പോലെ നന്നായിട്ട് തുഴഞ്ഞ് നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ചേച്ചിമാരൊക്കെ ഫോട്ടോയും റീലും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു സൈഡിലൂടെ തിരിഞ്ഞു പോകാം. ലേക്കിൻ്റെ മിഡിലായിട്ടേ ഒരു കുട്ടി ഐലൻഡ് ഉണ്ട്. അതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അവിടെ ഇറങ്ങണം എന്ന് എനിക്കുണ്ടായിരുന്നേ. പക്ഷേ ആണെങ്കിൽ അവിടെ ഇങ്ങനെ മൊത്തം കരിയിലെയും കമ്പും കൂലും ഒക്കെ ആയിട്ട് കിടക്കുക. അപ്പോൾ വല്ല സ്നേക്സും ഉണ്ടെങ്കിൽ തീർന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ഇത്രയും നേരം അദ്വൈതായിരുന്നേ തുഴഞ്ഞുകൊണ്ടിരുന്നേ. ഇപ്പം ഞാൻ ക്യാമറ അദ്വൈതിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തുഴയിൽ കർമ്മം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. തുഴഞ്ഞു തുടങ്ങിയപ്പോൾ തോന്നി കുറേ നേരം അങ്ങനെ തുഴഞ്ഞുകൊണ്ട് നടക്കണമെന്ന്.
അങ്ങനെ അഡ്വഞ്ചർ റിസോർട്ടിൽ നമ്മുടെ രണ്ടാമത്തെ അഡ്വഞ്ചറാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആക്ടിവിറ്റി ഒന്നും പറയാനില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കടലിനക്കരെ പോണവരെയൊക്കെ പാടി കുറച്ചുകൂടെ തുഴഞ്ഞു നടക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ലഞ്ച് ടൈം ആയതുകൊണ്ട് നമുക്ക് നേരത്തെ നിർത്തേണ്ടി വന്നു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മുടെ ചേട്ടന്മാർ ക്രിക്കറ്റ് കളിക്കുന്നതാണ് കാണുന്നത്. ആൻഡ് നൗ ദ മോസ്റ്റ് അവൈറ്റിംഗ് BBQ. നൈറ്റിലെ ബാർബിക്യൂ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ബാർബിക്യൂ പാർട്ടിയുടെ ഒപ്പം തന്നെ വേറൊരു കിടിലൻ സംഭവമുണ്ട്, കോക്ടെയിൽ. അപ്പോൾ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ജെറി ആൻഡ് ബീച്ചേട്ടനാണേ. ഇതാണ് നമ്മുടെ എൻ്റയർ ടീം, എല്ലാവരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മുടെ ഈ ഒരു വണ്ടർഫുൾ ടൂർ അറേഞ്ച് ചെയ്തത് BKF ആണ്, ബല്ലറാട്ട് കേരളൈറ്റ് ഫൗണ്ടേഷൻ ഓഫ് ഓസ്ട്രേലിയ. ഇവിടം കൊണ്ട് നമ്മുടെ ഫൺ ആക്ടിവിറ്റീസ് തീർന്നിട്ടില്ല കേട്ടോ, ഇനിയാണ് ക്യാമ്പ് ഫയർ. അപ്പോൾ അങ്ങനെ കളിയും ചിരിയും തമാശകളും ഒക്കെ നിറഞ്ഞ 2 ദിവസത്തെ ഫാമിലി ഫൺ ഡേയ്സിന് ശേഷം നമ്മളിതേ തിരിച്ചു പോവുകയാണ്. ഇത്രയും ഫൺ ഫിൽഡായിട്ട് ഈ ഒരു ആക്ടിവിറ്റി അറേഞ്ച് ചെയ്ത, അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ടൈമും എഫേർട്ടും എല്ലാം സ്പെൻഡ് ചെയ്ത ടീമംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.